നമസ്കാരം. തീപ്പന്തമായി കത്തി ഷാഫി പറമ്പിൽ. റെസ്പോൺസ് കേരളയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നലെ പേരാമ്പ്രയിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ടാണ്. പേരാമ്പ്രയിലെ CKG കോളേജിൽ ചെയർമാൻ സ്ഥാനത്തേക്കടക്കം KSU ജയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി CPM കോൺഗ്രസ് സംഘർഷം നടക്കുകയും KSU അതുപോലെ തന്നെ SFI തലത്തിലുള്ള സംഘർഷങ്ങൾ അരങ്ങേറുകയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടിയാണ് ഷാഫി പറമ്പിൽ ഇന്നലെ പേരാമ്പ്രയിലേക്ക് എത്തിയത്. പേരാമ്പ്രയിലെ പോലീസും CPM-ഉം ചേർന്ന് കളിക്കുന്ന വലിയ അനാസ്ഥ അല്ലെങ്കിൽ വലിയ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനത്തിനെതിരായിക്കൊണ്ട് കോൺഗ്രസ് നടത്തിയ പ്രകടനത്തിന് നേരെ KSU-വും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെയുള്ള എല്ലാ കോൺഗ്രസിന്റെ അനുഭാവ സംഘടനകളും ചേർന്ന് നടത്തിയ പ്രകടനത്തിന് നേരെ പോലീസ് ഏകപക്ഷീയമായ ഇടപെടൽ നടത്തുകയായിരുന്നു ഇന്നലെ പേരാമ്പ്രയിൽ. ഷാഫി പറമ്പിൽ ആ പ്രശ്നത്തിലേക്ക് എത്തുകയും അവിടെ പോലീസ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന സമയത്ത് അതിനെ തടയാൻ വേണ്ടി ഷാഫി പറമ്പിൽ അവിടെ എത്തുന്ന കാഴ്ചയുമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോ ഷാഫി പറമ്പിലിന്റെ മുഖത്തേക്ക് അടിക്കുന്ന പോലീസുകാരന്റെ ദൃശ്യം ഇന്ന് രാവിലെ എല്ലാ മാധ്യമങ്ങളും സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. വടകര MP എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, കോൺഗ്രസിന്റെ നേതാവ് എന്ന നിലയിൽ ഷാഫി പറമ്പിലിന് ഇത്തരം പ്രയാസങ്ങൾ നടക്കുന്ന, ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ യാതൊരുവിധ തടസ്സങ്ങളുമില്ല. എങ്കിലും CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഷാഫി പറമ്പിലിന്റെ ഷോയാണ്, ഷാഫിയുടെ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇന്നലെ വരെ CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ ഇന്നലെ രാത്രിയും അതുപോലെ തന്നെ ഇന്ന് രാവിലെയും ഉൾപ്പെടെ പറഞ്ഞത് ഷാഫി പറമ്പിലിന് പരിക്കേറ്റിട്ടില്ല, അദ്ദേഹത്തിന് തൂവാലയിൽ കളറ് പുരട്ടി മൂക്കിന്റെ മുകളിൽ വെക്കുകയായിരുന്നു തുടങ്ങിയ പ്രചാരണങ്ങളാണ് CPM സൈബർ ഹാൻഡിലുകളും നേതാക്കന്മാരുടെ ഹാൻഡിലുകളും ഉൾപ്പെടെ ഇന്നലെ പ്രചരിപ്പിച്ചത്. പക്ഷേ അതെല്ലാം തിരിച്ചടിയായത് CPM-ന് തന്നെയാണ്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവിനെ അണയ്ക്കാൻ ശ്രമിക്കും തോറും ആളിക്കത്തുന്ന വീര്യമാണ് ഷാഫി പറമ്പിൽ എന്ന് ഇന്ന് CPM-ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. കാരണം ഷാഫി പറമ്പിലിന്റെ ഇത്തരമൊരു അവസ്ഥയ്ക്ക് കാരണക്കാരായത് CPM-ആണ്. പക്ഷേ ആ അവസ്ഥ ഗുണകരമായത് കോൺഗ്രസിനാണ്. കോൺഗ്രസിന്റെ എല്ലാ യുവജന സംഘടനകളുടെയും നേതാക്കന്മാർക്ക് യുവത്വത്തിന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു മരുന്നായി ഷാഫി പറമ്പിലും അതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായ പ്രശ്നവും മാറുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPM-ന്റെ എക്കാലത്തെയും വലിയ അടവാണ് ഏതെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൽപ്പെട്ട പ്രവർത്തകരെ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആളുകളാണെങ്കിൽ അവരെ, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണെങ്കിൽ അവരെ സൈബർ ഇടങ്ങളിൽ തേജോവധം ചെയ്യുക എന്ന വൃത്തികെട്ട പ്രവണത CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ ഇതുവരെ തുടർന്നു പോന്നിരുന്നു. എന്നാൽ സൈബർ ഹാൻഡിലുകൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മുഖവിലക്കെടുക്കേണ്ട കാര്യമില്ല. അത് തേർഡ് ക്ലാസ് ആയിട്ടുള്ള ഈ പറയുന്ന മുഖമില്ലാത്ത സൈബർ ഹാൻഡിലുകളാണ് എന്ന് വിചാരിക്കാം. പക്ഷേ നമ്മൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന, റെസ്പെക്ട് കൊടുക്കേണ്ട ഗവൺമെന്റിന്റെ വരെ ഭാഗമായിരിക്കുന്ന പല ആളുകളും പാർട്ടി എന്ന നിലയിലേക്ക്, പാർട്ടിയുടെ മുഖമില്ലാത്ത സൈബർ സ്പേസുകൾ പറയുന്ന രീതിയിലേക്ക് അവർ തരം താണിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ പേരാമ്പ്രയിലെ പ്രതിഷേധ പ്രകടനത്തിനിടയ്ക്ക് പോലീസ് കളിച്ചത് തീർത്തും CPM-ന്റെ ഒരു വർഗ ബഹുജന സംഘടന എന്ന നിലയിൽ കേരള പോലീസ് മാറിയ കാഴ്ചയും നമ്മൾ ഇന്നലെ കണ്ടു. വടകര SP ആയിട്ടുള്ള റൂറൽ SP ബൈജു ഇന്ന് പറഞ്ഞത് ഷാഫിയെ അടിക്കുന്നതിന് തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്നാണ് ചോദിച്ചത്. ഷാഫിയെ അടിച്ചിട്ടില്ല, ഷാഫിയുടെ മുഖത്ത് പോലും തൊട്ടിട്ടില്ല, ഷാഫിയുടെ പരിസര പ്രദേശത്ത് പോലും പോലീസുകാരുണ്ടായിരുന്നില്ല എന്ന നിലയിൽ ഷാഫിയെ ഞങ്ങൾ തലോടി വളരെ സുരക്ഷിതത്വമായിട്ടുള്ള എല്ലാ സുരക്ഷയും കൊടുത്ത് ഷാഫിയെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്ന തരത്തിലാണ് ബൈജുവിന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. ഇന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം തന്നെ പറഞ്ഞത് കൺഫേർഡ് IPS എന്ന് പറയുന്ന ഒരു കാര്യം കിട്ടിയതിന്റെ പുറത്ത് CPM-നോട് നന്ദി കാണിക്കാനും CPM-ന്റെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഘടകത്തിലെ ഒരു നേതാവിന്റെ ആ ഒരു രീതിയിലേക്ക് താഴ്ന്നുകൊണ്ട് സംസാരിക്കാനാണ് ബൈജുവിന്റെ ശ്രമമെങ്കിൽ രാഷ്ട്രീയപരമായി തന്നെ CPM-നെ എങ്ങനെ നേരിടുന്നുവോ അങ്ങനെ ഈ പറയുന്ന റൂറൽ SP-യെയും നേരിടേണ്ടി വരും എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇന്ന് പ്രതികരിച്ചത്. തീർച്ചയായിട്ടും പേരാമ്പ്രയിലെ DYSP ഉൾപ്പെടെയുള്ള ആളുകൾ CPM-ന്റെ കയ്യിലെ പാവയായി കളിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളമൊട്ടാകെ പോലീസിന്റെ നരനായാട്ടുകളെ കുറിച്ച്, പോലീസിന്റെ വീഴ്ചകളെ കുറിച്ച്, പോലീസ് ചെയ്തു വെച്ച കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരുന്നു. ആ നിരന്തരമായ സംസാരത്തിനൊടുവിലും ഒരു MBA മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രത്തോളം വലുതാണ്. അതായത് ഒരു DGP-യേക്കാൾ മുകളിലാണ് ഈ പറയുന്ന മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന കാര്യം പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ആളെ
എന്താണ് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് മർദ്ദിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് നമ്മുടെ ഈ പറയുന്ന സമൂഹം പോയിരിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണകൂട ഭീകരത പോയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണത്തിനെതിരായി പ്രതികരിക്കുന്ന ആളുകളെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് സൈബർ ഹാൻഡിലുകൾ അവരെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു. ഇത് അഭിനയമാണെന്ന് പറയുന്നു. പെയിന്റ് അല്ലെങ്കിൽ കളർ വാരി ഈ പറയുന്ന മുഖത്ത് തേച്ചതാണെന്ന് പറയുന്നു. ഇന്ന് ഷാഫി പറമ്പിലിനെ പ്രവേശിപ്പിച്ചിട്ടുള്ള ആശുപത്രിയിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 3 ശസ്ത്രക്രിയയാണ് ഷാഫി പറമ്പിൽ എംപിക്ക് മൂക്കിന് മാത്രം ചെയ്തത്. മൂക്കിന്റെ എല്ലിന് കാര്യമായ പൊട്ടലുണ്ട്. അദ്ദേഹത്തിന് വിശ്രമം ആവശ്യമുണ്ട്. വളരെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളിൽ വന്ന ചില പോസ്റ്റുകളാണ്. ഷാഫി പറമ്പിലിനെ ECG എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഷർട്ട് അഴിച്ചിട്ട് അദ്ദേഹത്തിന്റെ വെള്ള ബനിയൻ മുകളിലേക്ക് പൊക്കി വെച്ച് ECG എടുക്കുന്ന ചിത്രം സൈബർ ഹാൻഡിലുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നത്, മൂക്കിന് പരിക്കേറ്റ ഷാഫിക്ക് എന്തിനാണ് നെഞ്ചത്ത് കിട്ടുന്നത് എന്നാണ് ഈ പറയുന്ന പോരാളി ഷാജി ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്. ഇവർക്ക് ജന്മനാ വിവരമില്ലാത്തതാണോ, അതോ ഇവർ ഇതിൽ ചേർന്നതിന് ശേഷം വിവരം നഷ്ടപ്പെട്ടു പോവുകയാണോ എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം ആ രീതിയിലാണ് പ്രകടനങ്ങളും സൈബർ ഹാൻഡിലുകളുടെ ഈ തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രചാരണങ്ങളും നടക്കുന്നത്. ആ പ്രചാരണം നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഇത്തരത്തിലുള്ള പ്രചാരണം ആരെയാണ് തിരിച്ചടിക്കുന്നത്? അത് CPM-നെ തന്നെയാണ് തിരിച്ചടിക്കുന്നത്. ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട ഇന്നലെ പെയിന്റ് അല്ലെങ്കിൽ കളർ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മൂക്കിന് പരിക്കേറ്റത് എന്ന് പറഞ്ഞ സൈബർ സഖാക്കൾക്ക് നേരെ ഇന്ന് ആശുപത്രിയിൽ നിന്ന് വന്നിട്ടുള്ള അവരുടെ മെഡിക്കൽ ബുള്ളറ്റിൻ അത് വലിയ തിരിച്ചടിയായി മാറുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഷാഫിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ CPM-ന്റെ യുവജന നേതാക്കൾ ഒന്നടങ്കം ഇത് ഷാഫിയുടെ ഷോ ആണ് എന്ന് പറയുന്നു. ഒരു ചെറിയ സംശയമുള്ളത്, CPM-ന്റെ നേതാക്കന്മാർക്ക് അടികൊള്ളുമ്പോൾ, അവർക്ക് പോലീസ് മർദ്ദനമേൽക്കുമ്പോൾ, SFIയുടെ നേതാക്കന്മാർക്ക് മർദ്ദനമേൽക്കുമ്പോൾ, DYFIയുടെ നേതാക്കന്മാർക്ക് മർദ്ദനമേൽക്കുമ്പോൾ അത് മാത്രം എന്തോ വലിയ സംഭവമായി, വലിയ വീര്യമായി, വിപ്ലവത്തിന്റെ രക്തപതാക ഉയർത്തിക്കിട്ടാൻ ഞങ്ങളുടെ ചെഞ്ചോര ഇതാ ഞങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞ ചില പ്രകടനങ്ങൾ നടത്തുമ്പോൾ ഷാഫി പറമ്പിലിന്റെ ചോരയ്ക്ക് വിലയില്ലേ എന്നുള്ളതാണ്. ഷാഫി പറമ്പിൽ, നിങ്ങൾ കോൺഗ്രസിന്റെ പ്രവർത്തകനെ അല്ല തല്ലിച്ചതച്ചത്. നിങ്ങൾ തല്ലിച്ചതച്ചത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വടകരയുടെ ജനകീയനായ MBയെയാണ്. വടകരയിൽ ഈ പറയുന്നത് പോലെ ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തിയതിനു ശേഷം CPM-ന് ഷാഫി പറമ്പിലിനോട് തീർത്താൽ തീരാത്ത വിരോധവും പകയും ഭയവും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതെങ്കിലുമൊക്കെ സൈബർ സഖാക്കൾ ഷാഫിയെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന പോസ്റ്റ് പോലെ ആയിരുന്നില്ല ഇന്നലെ ഷാഫി പറമ്പിലിന് നേരെ നടന്ന ആക്രമം. മനഃപൂർവ്വം പോലീസ് ഉദ്യോഗസ്ഥൻ ഷാഫിയുടെ മുഖത്ത് 3 തവണ ലാത്തി കൊണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി ഈ പറയുന്ന CPM-ന്റെ ഭരണപക്ഷത്തെ നേതാക്കന്മാരുടെ കൃത്യമായ ഒത്തുകളിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ നിർദ്ദേശത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ തിരിച്ചടിക്കാൻ പോകുന്നത് CPM-നെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിയാലും, ഏതൊക്കെ തരത്തിലുള്ള വൃത്തികേടുകൾ പറഞ്ഞാലും, ഏകപക്ഷീയമായി ആക്രമിക്കാൻ ശ്രമിച്ചാലും, ഇന്നലെ നടന്ന കാര്യങ്ങൾ മുഴുവൻ പൊതുജനങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾ മറന്നു പോകരുത് എന്നുള്ളതാണ്. ഇവിടെ ഷാഫി പറമ്പിൽ ഈ വിഷയത്തോടു കൂടി കോൺഗ്രസിന്റെ യുവജന സംഘടനകളും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഒക്കെ ഒറ്റക്കെട്ടാവുന്ന ഒരു കാഴ്ചയും നമ്മൾ ഇത് കണ്ടു. KC വേണുഗോപാൽ ഉൾപ്പെടെ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെ, VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ നിലപാടുമായി രംഗത്ത് വന്നു. ഷാഫിയുടെ ചോര നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി പ്രതികാരം ചെയ്യും, അല്ലെങ്കിൽ അതിന് മറുപടി പറയിക്കും എന്നാണ് VD സതീശൻ പ്രതികരിച്ചത്. KC വേണുഗോപാലും പ്രതികരിച്ചത്, കേരളത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, കേരളം ഏത് തരത്തിലേക്ക് താണിരിക്കുന്നു കേരളത്തിന്റെ ഭരണകൂടം എന്ന നിലയിൽ KC വേണുഗോപാലും പ്രതികരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, കോൺഗ്രസിനകത്തെ യുവജന സംഘടനകൾ അവർ തമ്മിലുള്ള ഭിന്നതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ ഷാഫിക്കൊപ്പം അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടത്. അതുപോലെ തന്നെ UDYF-മായി ബന്ധപ്പെട്ട്, അതായത് UDF-ന്റെ യുവജന സംഘടന, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, പിന്നെ ഈ പറയുന്ന പോലെ RSPയുടെ യുവജന സംഘടന ആയിക്കോട്ടെ, മറ്റ് പല യുവജന സംഘടനകളും ചേർന്ന് നിന്നുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെതിരെയുള്ള ആക്രമണത്തിൽ കേരളത്തിൽ ആകമാനം വലിയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അത് കോൺഗ്രസിനൊരു പുതു വീര്യം പകർന്നു നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPM കുഴിച്ച കുഴിയിൽ ഇപ്പോ CPM തന്നെ വീണിരിക്കുന്നു. ഷാഫി പറമ്പിലിനും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനും എതിരായിക്കൊണ്ട് CPM നടത്തിയ ചില കാര്യങ്ങൾ, ചില വർക്കുകൾ, അത്തരത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് വന്നതിന് ശേഷം ഒന്ന് പുറകോട്ടായിരുന്ന ഷാഫി പറമ്പിലിനെയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം
ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കും പുതുശ്വാസം നൽകുന്ന തരത്തിലേക്ക്, പുതുജീവൻ നൽകുന്ന തരത്തിലേക്ക്, ഷാഫി പറമ്പിലിന്റെ ഫാൻ ബേസ് വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് CPM-ന്റെ ഈ മൃഗീയമായ നടപടി, CPM-ന്റെ ഭരണകക്ഷിയിലെ ഏതെങ്കിലും ഒരു അംഗത്തെ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയിലെ ആളുകളെ പോലെ കേരള പോലീസിനെ കൊണ്ട് പണിയെടുപ്പിച്ച പിണറായിസ്റ്റ് ഭരണകൂട ഭീകരതയ്ക്കെതിരായിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ഈ പറയുന്നത് പോലെ ഷാഫിയോടൊപ്പം അണിനിരക്കുന്നു എന്ന കാഴ്ചയാണ് നമ്മളിപ്പോ ഇവിടെ കാണുന്നത്. അത് തീർച്ചയായിട്ടും ഷാഫി പറമ്പിലിന് ഒരു വലിയ, അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനും കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ ഭരണവിരുദ്ധ വികാരങ്ങളുടെ മുഴുവൻ ഏകീകരണവും അവർക്ക് അനുകൂലമായി തീർക്കാൻ സാധിക്കും എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്.